വളർന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. CMC സഭാംഗമായ സിസ്റ്റർ വിമൽ റോസ്. സിസ്റ്ററെയും ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, കുട്ടികളുടെ വിഷയമാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ വളരെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഓട്ടിസം. ഇതിനെക്കുറിച്ചായാലോ നമ്മുടെ ഇന്നത്തെ ചർച്ച? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച ഒരു വ്യക്തി, ഒരു കുട്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒത്തിരി ഭീതിയോട് കൂടി തന്നെയാണ് കാണുന്നത്. എങ്കിൽ പോലും നമ്മുടെ പ്രിവലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അത് ഉണ്ടാകുന്ന ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ്, അവബോധം, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ കണ്ടീഷനാണ്. നമ്മളിതിനൊരു രോഗം എന്നതിനേക്കാൾ ഒരാളുടെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഷോർട്ട് ഫീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും രീതിയിലുള്ള ഹാൻഡിക്യാപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബുദ്ധിയുടെ വ്യവസ്ഥയിൽ ഒരാൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടാകാം. ഇതേപോലെ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പറയുന്നത് ഈ ഓട്ടിസം എന്ന് പറയുന്നൊരു കണ്ടീഷൻ. അതായത് നാഡീവ്യൂഹ വ്യവസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ മൂലം അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അതോടൊപ്പം അയാളുടെ ചിന്താഗതിയിലും മനോഭാവത്തിലുമെല്ലാം വന്നിരിക്കുന്ന ഒരു സമൂലമായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്നാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഈ ഒരു ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ ഓട്ടിസമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും ദൈവകോപം കൊണ്ടുണ്ടായതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ശാപം കൊണ്ടുണ്ടായതോ അങ്ങനെയൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ ചിലരുടെ ഇടയിലെങ്കിലൊക്കെ ഉണ്ട്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന കേസുകളിലൊക്കെ ചിലപ്പോൾ മാതാപിതാക്കളായാലും അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിലെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം വേറൊരാൾക്കുമില്ല, പക്ഷെ ഈ ഒരു കുട്ടി ഇങ്ങനെ ആയിപ്പോയി. നമ്മളൊരു ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് ഒക്കെ അവരോട് പറയുക എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ മാറ്റണം. ഇതൊരിക്കലും അങ്ങനെ ഒരു ശാപമോ കോപമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷയോ ഒന്നുമല്ല. പക്ഷേ അങ്ങനെയാണ് അയാളുടെ ഈ ഒരു ജന്മത്തെ ദൈവം അയാൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ വേണം ഇതിനെ. ഇത് ഈ കുഞ്ഞുങ്ങളിൽ ഏത് കാലഘട്ടം മുതലാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? നമ്മൾ അതിൻ്റെ അകത്തൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന് ഒരു 3 വയസ്സ് മുതലാണ് നമ്മൾ സാധാരണയായിട്ട് ഓട്ടിസം എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ്. ഓട്ടിസം എന്ന് പറയുമ്പോൾ ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതായത് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരിയേറെ അവസ്ഥകളുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥകളുടെ ഒരു ക്രോഡീകരണം അല്ലെങ്കിൽ അതിനെ ഒരുമിപ്പിച്ചു കൊണ്ടുള്ള ഒരു അവസ്ഥ എന്നുള്ളതാണ് നമ്മളിതിനെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു 3 വയസ്സാണ് സാധാരണ ഞങ്ങൾ ഡയഗ്നോസിസിൽ ഉപയോഗിക്കുന്ന ഒരു ഏജ്. ഇത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ സാധിക്കുക? സാധാരണയായിട്ട് നമുക്ക് ഈ ഓട്ടിസം നമ്മൾ കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടിയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഭാഷ മാത്രമല്ല, വെർബൽ മാത്രമല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ഐ ടു ഐ കോണ്ടാക്ട്, സോഷ്യൽ സ്മൈല്, മറ്റുള്ള ഒരു നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് ആശയപരമായിട്ട് ഒത്തുചേരാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നു. പിന്നീട് സോഷ്യൽ ഇൻ്ററാക്ഷൻ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രായത്തിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ മുതിർന്നവരുമായിട്ടോ ഇളവരുമായിട്ടൊക്കെ അവർക്ക് ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അവസരോചിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെപ്പറ്റീറ്റീവ് ബിഹേവിയർ, അതായത് ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ
തുടർന്നു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. സിസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ മറ്റുള്ള ശാരീരിക വൈകല്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമാന്യം മുതലായ കാര്യങ്ങളും നമ്മൾ അത്രയും ഇന്നൊരു കോമൺ ആയിട്ടുള്ളത്. പക്ഷെ ഓട്ടിസം എന്ന് പറയുമ്പോൾ ഒരു ഭീതിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നത്. സിസ്റ്റർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ഇങ്ങനെ ഓട്ടിസം വന്ന കുട്ടികളുമായിട്ടോ അവരുടെ മാതാപിതാക്കളുമായിട്ടോ ഒക്കെ ഇടപഴകാനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഈ കൗൺസിലിംഗ് മേഖലയിൽ ഇങ്ങനെയുള്ള പാരൻസ് വരാറുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ശാപമായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലായത്, ഈ പാരൻസ്, പ്രത്യേകിച്ച് മമ്മിമാർ അല്ലെങ്കിൽ അമ്മമാർ പറയുക, ഈ കൊച്ചിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അവർക്കുണ്ടായ വ്യത്യസ്തമായ അല്ലെങ്കിൽ നെഗറ്റീവ് അനുഭവങ്ങളുടെ കാര്യം പറയാറുണ്ട്. ഒരു അനുഭവം പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, കൊച്ച് ജനിക്കുന്നത് വരെ വളരെ പ്ലസൻറ്റ് ആയൊരു അനുഭവമായിരുന്നു. അതിന് ജനിച്ച് ഒരു 2 വർഷം കാലം വളരെ വ്യത്യസ്തമായൊരു നെഗറ്റീവ് അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി. പിന്നെ ഒരു 3 വയസ്സ് തുടങ്ങിയാണ് കൊച്ചിന് ഇത്ര ഒരു വലിയ മാറ്റം കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉത്കണ്ഠയോടെ വന്ന് പറയുന്നവർ പാരൻസും ഉണ്ട്, ഭയത്തോടെ കാണുന്നവരുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഈ കൊച്ചിനെ ഇനി ആര് നോക്കും, ഇനി എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ വരുന്നവരെ കണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഓട്ടിസത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു വെർച്വൽ വേൾഡിലാണ് കൂടുതൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വെർച്വൽ ഓട്ടിസം എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ കൂടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ആ ഒരു രീതിയിൽ തന്നെ ഡയഗ്നോസിസിലേക്ക് വരുന്നുണ്ട്. കാരണം അമിതമായ സ്ക്രീൻ ഉപയോഗം മൂലം കുഞ്ഞിന് മറ്റുള്ളവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഒരു റെസിപ്രോസിറ്റി ഇല്ലാതെ വരിക, മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം നടക്കാതെ വരിക, അവരുടേതായിട്ടൊരു വേൾഡിൽ. ഇപ്പം ഓട്ടിസം ഉള്ള ഒരാളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും, അവർക്ക് നമ്മളുടെ ഇടയിലുള്ള ഈ ഒരു ഇൻ്ററാക്ഷൻ മോഡ് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മുടെ ഈ ഭാഷയോ കാര്യങ്ങളോ സംസ്കാരമോ ഒന്നും മനസ്സിലാകാത്ത വേറൊരു ലോകത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ആലീസ് ഇൻ വണ്ടർലാ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ആ ഭാഷ മനസ്സിലാകുന്നില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, നമ്മളെ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാകുന്നില്ല. ഇതൊന്നും മനസ്സിലാകാത്തൊരവസ്ഥയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ലോകത്തിരുന്നാൽ എങ്ങനെയുണ്ടാകും? അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഈ ഒരു ഓട്ടിസത്തിന് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റിമുലേഷൻസ് പറഞ്ഞപ്പോഴാണ്, അതായത് ഇപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ മകൻ ഇങ്ങനെ ഇത് തുടക്കം തിരിച്ചറിഞ്ഞ സമയത്ത് ഈ കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. ഇത് ഇനി കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യക്ക് വരെ മുതിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവർ. ഇനി ഇത് അത് നമുക്ക് പുതിയതായിട്ടുള്ളൊരു അനുഭവമാണ്. ഇത് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോയി, ഇപ്പോൾ ഓക്കെ ആയി, പക്ഷേ എങ്ങനെയാണെന്നുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്കും ശരിക്കും കൃത്യമായിട്ടുള്ളൊരു പിന്തുണ കൊടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു ഓട്ടിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സിംറ്റംസ് വെച്ചുകൊണ്ട്, ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഒരു കുഞ്ഞ്, അതായത് ഒരു കുഞ്ഞിന് വേണ്ടി സ്വപ്നം കണ്ടിരുന്നവർ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുക്കി അവരുടെ പ്രതീക്ഷയായിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു കുഞ്ഞുണ്ടാവുന്നത്. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഈ വ്യത്യസ്തതകളൊന്നും മാതാപിതാക്കൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പം ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം, കുഞ്ഞിനെ നമ്മൾ വിളിക്കുമ്പോൾ കുഞ്ഞ് ഒരു ഐ കോണ്ടാക്റ്റ് ഒക്കെ കൊടുക്കണം. അതാണ് ആ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് കുഞ്ഞിന് അതിൻ്റേതായിട്ടുള്ളൊരു ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്നില്ല. കുഞ്ഞിൻ്റെ ഒരു പേര് വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള രീതിയിലുള്ളൊരു റെസ്പോൺസ് കൊടുക്കുന്നില്ല. അപ്പം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മാതാപിതാക്കൾ ഓർക്കുന്നത് തന്നെ അതായി വന്നോളും, അത് ശരിയായിക്കോളും. ഒരിക്കലും ഒരു കുഞ്ഞിന് ഇതേപോലെ ഓട്ടിസമാണ് എന്ന് ഒരു മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് അത് വിശ്വസിച്ചുകൊണ്ടൊരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര, നമ്മൾ പറയണ ഇറ്റ്സ് വെരി ഒരു ശോചനീയമായിട്ടൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടി കഴിയുന്നു, ഒരു 2 വയസ്സാകുന്നു, കുഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഇടപെടുന്നത്. കുഞ്ഞിൽ ഭാഷ ഡെവലപ്പ് ചെയ്തിട്ടില്ല, സംസാരിക്കുന്നില്ല, കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. അതായത് ഒരു കാര്യം വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നില്ല, ഐ ഫോക്കസ്ഡ് ആകുന്നില്ല. നമ്മൾ പറഞ്ഞ ട്രാക്കിംഗ് ഒബ്ജക്ട്സ് എന്ന് പറയും. അതായത്
സാധാരണ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളിപ്പാട്ടം കുഞ്ഞിന് കൊടുക്കുന്നു, അത് നമ്മൾ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അത് എവിടെയാണെന്ന് അന്വേഷിക്കാനായിട്ട് വരും. പക്ഷെ ഈ ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് ചോദിക്കാനായിട്ട് വരണമെന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾക്ക് ഇത് സ്വാഭാവികമായിട്ടും ശരിയായിക്കോളും എന്നൊരു ഹോപ്പായിരിക്കും. അപ്പം എന്നിട്ട് ഒരു 3 വയസ്സായി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഒക്കെ കാണിക്കാനായിട്ട് കൊണ്ടു ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും പറയാണ് കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യമേ ചിലപ്പോൾ അവർ അതിനെ സസ്പെക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ അത്രയും സമയം കുഞ്ഞിന് കൊടുക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം. അപ്പം മേ ബി അവർ കുറച്ചുകൂടി നമ്മൾ പറഞ്ഞ ക്ലോസ്ഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങും. ആ ഒരു സമയത്താണ് ഇവർക്ക് മനസ്സിലാകുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ പലപ്പോഴും ഈ മാതാപിതാക്കൾക്ക് അത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു, അപ്പോൾ ഒരു റെഫറൻസ് മോഡായിട്ടായിരിക്കും വരുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഞാൻ സാധാരണ ഇപ്പം ഓട്ടിസം അസസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവരുന്നവരുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറയും ഒരു 2-3 പ്രാവശ്യത്തെ ഒരു സെഷൻ നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി കുട്ടിയെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി ഒരു ബിഹേവിയറൽ പാറ്റേൺ നമുക്ക് മനസ്സിലാകും ആ ഒബ്സർവേഷനിലൂടെ. അപ്പം അതിനൊക്കെ ശേഷമേ ഞാൻ ആ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയുള്ളൂ. അപ്പം അസസ്മെൻറ്റ് ചെയ്തു നമ്മൾക്ക് ഒരു കട്ട് ഓഫ് സ്കോറാണ്. അപ്പം പല അസസ്മെൻറ്റ് ടൂളുകളുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇന്ന ഫീച്ചേഴ്സ്, അതായത് ലക്ഷണങ്ങൾ ഇന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഇത്ര നാളുകളായിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൽ, സോഷ്യൽ ഇൻ്ററാക്ഷൻ പാറ്റേണിൽ, അതുപോലെ റെപ്പറ്റേറ്റീവ് ബിഹേവിയർ പാറ്റേണിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവരോട് ഇത് പറയാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും ഞാൻ നമ്മുടെ ഈ കൺസൾട്ടേഷൻ റൂമിൽ മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷനിൽ സെഷനിൽ ഞാൻ ഒത്തിരി വിഷമിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ ഇതുപോലുള്ള ഓട്ടിസം നോൺ ക്യൂബറബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഒത്തിരി വിഷമിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു മാനസികമായിട്ട് വൈകാരികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ്. പക്ഷെ അത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മാതാപിതാക്കൾ അവിടെ നിസ്സഹായരായിത്തീരുന്നു. നമ്മൾ പറയണേ അവർക്ക് ആ പ്രതീക്ഷയെല്ലാം വിട്ടിട്ട്, അപ്പം അവിടെയാണ് ടീച്ചർ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഒരു കുഞ്ഞിനായിട്ട് ആത്മഹത്യക്ക് പോലും ഒരുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ചിന്തിക്കാനായിട്ട് പറ്റും. പലരോടും ഞാനിങ്ങനെ നമുക്ക് ഓട്ടിസത്തിൻ്റെ അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ പല ഫീച്ചേഴ്സും കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പോസാണ് അവിടെ പലപ്പോഴും. ചിലരൊക്കെ അത് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പിന്നീട് എന്നോട് സിസ്റ്റർ ഇത് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ക്യൂറാക്കാൻ പറ്റില്ലേ, ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചു വന്നു. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള വസ്തുതകൾ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും ഞങ്ങളെ പോലെയുള്ളവർക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ ഓട്ടിസം വന്നപ്പോൾ ഈ ഞാൻ പറഞ്ഞ കുട്ടിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു അക്രമവാസനയായിരുന്നു അവന്, എല്ലാം നശിപ്പിക്കുക. പക്ഷെ ഇപ്പോൾ വളർന്നു അതിൻ്റെ ഒരു ഇവനെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഇവനിൽ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇവൻ ചില കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണോ കുട്ടികൾ, ഓട്ടിസം വന്ന കുട്ടികൾ? കാരണം ഓട്ടിസം കുട്ടികൾ ഇപ്പോൾ എല്ലാവരും ഒരേപോലെ അക്രമവാസന ഉണ്ടാകണമെന്നില്ല. പിന്നെ നമ്മൾ പല കേസസിലും കാണുന്നുണ്ട് ഈ ഓട്ടിസത്തോടൊപ്പം തന്നെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിലേ വരുന്നതായിട്ട്. അപ്പോൾ ഒരു ഇൻ്റലക്ച്വലി കൂടി, അതായത് ബുദ്ധിപരമായിട്ട് കൂടി താഴെ ഒരു പുവർ പെർഫോമൻസ് അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതോടൊപ്പം ബിഹേവിയറൽ പ്രോബ്ലംസ് ഇവരെയും ഇവരുടെ ഉപദ്രവം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ്. കാരണം അവരറിയുന്നില്ല, അവർ വേറൊരു വേൾഡിലാണ്, അവരവിടെ ഓടിച്ചാടി വരുന്നു. അവരുടെ വീട്ടിൽ ഒരു പൈപ്പ് പോലും പൊട്ടാത്തതില്ല, എല്ലാം ഇവൻ. പക്ഷെ ഇപ്പോൾ ആളങ്ങനെയല്ല. ഇപ്പം ആ വീട്ടിലെ ഏറ്റവും നീറ്റായിട്ട് സാധനങ്ങൾ അടക്കി വെക്കുന്ന ആള്, എല്ലാ കാര്യങ്ങളും അത് അവനാ. അതാണ് അവർക്ക് അനുഭവപ്പെടുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് വെച്ചിരിക്കുന്നത് അവർക്കത് അതുമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഓട്ടിസം ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ളവരുണ്ടാകും, ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഉള്ളവരുണ്ടാകും. ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശബ്ദം, വെളിച്ചം, കളറുകൾ, ഇതൊക്കെ ഒത്തിരി അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് വന്നൊരു കുട്ടിയിൽ
ഏകദേശം ഒരു 8 വയസ്സ് പ്രായമായി. നമ്മൾ അതിൻ്റെ അകത്തൊരു മോഡറേറ്റ് ഓട്ടിസം, ഈ ഓട്ടിസത്തിൽ തന്നെ ഡിഫറെൻറ്റ് റേഞ്ചസ് ഉണ്ട്. അതായത് മൈൽഡ് ഓട്ടിസം, മോഡറേറ്റ് ആൻഡ് സിവിയർ ലെവൽ ഓട്ടിസം. അത് അവരുടെ ആ ഓട്ടിസം ബിഹേവിയറിനെ കൂടി ആസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടി ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിക്സി, കുക്കർ പോലെയുള്ള കാര്യങ്ങളുടെ ശബ്ദം ഇവർക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ഇവർക്കൊരു ഓവർ സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഈ കുട്ടി, അമ്മ ഇങ്ങനെ മിക്സി ഓൺ ചെയ്ത് അത് ഓടി മാറി നിന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവൻ നോക്കി ഇതിലേതിലാണ് ഈ ഒച്ച വന്നത്. ആ മിക്സി എടുത്ത് പുറത്തേക്ക് അവനെടുത്ത് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. അവനെ സംബന്ധിച്ചിടത്തോളം അതവന് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നല്ലൊരു രീതിയിലായിരിക്കും ആ കുഞ്ഞിനെ നമ്മൾ ഒരു തെറാപ്പി സെഷനിൽ നമ്മൾ പതുക്കെ കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ ഒരു ടച്ച് ഒക്കെ കൊടുക്കുന്നത്. മേ ബി ആ കുഞ്ഞിന് ആ ടച്ച് ഇഷ്ടമല്ലായിരിക്കും. അപ്പം ഞാൻ കണ്ടിട്ടുണ്ടൊരു കുട്ടി ഇങ്ങനെ അവനെ ഒന്ന് ടച്ച് ചെയ്ത് നമ്മളൊന്ന് ഇരുത്താനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്ക് വേഗം പോയിട്ട് ഭിത്തിയിൽ പോയിട്ട് ഉരയ്ക്കുക. കാരണം ആ ഒരു സെൻസിറ്റിവിറ്റി അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ ഒരു സെൻസേഷൻ കാര്യങ്ങളിലും ഇവർക്കൊരു ഡിഫറൻസസ് ഉണ്ട്. അതുപോലെ സിസ്റ്റർക്ക് ഇതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഓട്ടിസം വന്ന ചില കുട്ടികൾക്ക് ചില പ്രത്യേക കഴിവുകൾ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ പരിചയമുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പം പറയുമല്ലോ, പാരൻസിൻ്റെ അടുത്ത് ഇപ്പം ഇതുപോലെയുള്ള ഡിസബിലിറ്റി പോലെ വരുന്നവരുണ്ട്. അപ്പോൾ അതിനൊപ്പം അവർക്ക് സാധിക്കുന്ന എന്തെങ്കിലും ഒക്കെ ഉള്ള ചെയ്യാൻ പറ്റിയ, പ്രത്യേകിച്ച് പ്രൊഫഷണലി അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ, ഡെക്കറേറ്റീവ് ആയിട്ടുള്ളതൊക്കെ, അപ്പം അങ്ങനത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഈ കൊച്ചിനോട് തന്നെ പോസിറ്റീവായിട്ട് ഒന്ന് സമീപിക്കാനായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അത് തന്നെ അവരിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നതായിട്ടും കണ്ടിട്ടുണ്ട്. കാരണം അവിടെയുള്ള സാവിയൻ ടാലന്റ് എന്ന് പറയാം. അതായത് ഒരു എക്സ്ട്രാ ടാലന്റ്, പക്ഷെ എല്ലാ കാര്യങ്ങളിലുമല്ല, ചില കാര്യങ്ങളിൽ. ഇപ്പം നമുക്കുണ്ടായിരുന്ന ഒരു കുട്ടിയെ ഞാൻ ഓർക്കുവാണ്. നമ്മൾ കലണ്ടറിലെ ഏതെങ്കിലും ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡേ പറയും. അങ്ങനെ ഒരു അത്ഭുതകരമായ ചില കഴിവുകളൊക്കെ. അതുപോലെ തന്നെ അവൻ ചില മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കുന്നത് എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെയുള്ള ചില സാവിയൻ ടാലന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു നമ്മൾ പറഞ്ഞ ഒരു അങ്ങനെയൊക്കെ നമ്മള് പാട്ട് പാടുന്നവര്. ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചില കുട്ടികൾ വളരെ പോപ്പുലറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഓട്ടിസം ബാധിച്ചു എന്ന് ഓർത്തിട്ട് അവര് ഒരു കഴിവുകളും ഇല്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ നമ്മൾ സ്ഥിരമായി ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു അമ്മ പറയുന്നതാണ്, ഇത് 22-23 വയസ്സായ മകനാണ്, പക്ഷെ അതിൻ്റെ ചെറുപ്പത്തിലേ മുതൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ച് ശീലിപ്പിച്ച് വന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്ന്. അതുപോലെ നമുക്ക് ഇവരുടെ ഈ ചേഞ്ചസ് വരുത്താൻ പറ്റുമോ ഇവരുടെ പെരുമാറ്റത്തിലൊക്കെ? നമുക്കതിനെ ഒരു മൾട്ടി ഡിസിപ്ലിൻ അപ്രോച്ചാണ് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമല്ല, അതിൻ്റെ അകത്ത് നമുക്കൊരു അവന് ഒരു സ്പീച്ച് മോഡുലേഷൻ തെറാപ്പി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, ഓക്യുപ്പേഷൻ കാര്യങ്ങളിൽ തെറാപ്പി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, ബിഹേവിയർ മോഡിഫിക്കേഷന് നമുക്ക് തെറാപ്പി കൊടുക്കേണ്ടതായിട്ടുണ്ട്, സെൻസറി ഇൻ്റഗ്രേറ്റീവ് മോഡിഫിക്കേഷൻസ് നമ്മൾ പറയുന്ന ഈ ഇപ്പോൾ മൾട്ടി സെൻസറി റൂംസ് കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ സെൻസേഷൻസിനെ എല്ലാത്തിനെയും നമുക്കൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു മൾട്ടി അപ്രോച്ചാണ് ഇവന് ആവശ്യമായിട്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പാരൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയ തന്നെ ഒത്തിരി മാറ്റങ്ങൾ ആ കുട്ടിയിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഒരു വളരെ നെഗറ്റീവായിട്ട് കാണുമ്പോൾ ആ വൈബ്രേഷൻ ആ കൊച്ചിനും പോയിട്ടുണ്ട്. അപ്പം ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ പഠിച്ച, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന ഒരു ദാനമാണ് ഇങ്ങനെ ഒരു കൊച്ച് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിലേക്ക് പോകാനും, പിന്നെ ഇത് ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് ആത്മീയമായിട്ട് തന്നെ എടുക്കാനായിട്ട് ഓട്ടിസമുള്ള ഒത്തിരിയേറെ കുട്ടികൾ ഈ ലോകത്തുണ്ട്. അപ്പം എല്ലാ ഓട്ടിസമുള്ള കുട്ടികൾക്ക് വേണ്ടി, അവരുടെ പാരൻസിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അവർക്കൊരു വേറെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് വരുന്നതായിട്ട് ഇവരൊരു കൂട്ടായ്മകളൊക്കെ ഇവർക്ക് കുറച്ചുകൂടി ധൈര്യം നൽകുമല്ലേ? ഇപ്പം ഞാൻ ഓർക്കുവാണ്, നമ്മുടെ അവിടെ വന്നുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ അപ്പോൾ വേറെ ഒരു സ്ഥാപനവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിരുന്ന ഇതേപോലെ ഒന്ന് താമസിച്ചുള്ള ഒരു 3 ദിവസം താമസിച്ചുള്ള ഒരു കൊളാബറേഷൻ വിത്ത് സ്പിരിച്വൽ ഗൈഡൻസ് ഉള്ള രീതിയിലൊരു ധ്യാനം പോലെയും. അതായത് ശരിയാണ്, നമ്മൾ ഇതിനെ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഓട്ടിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവർ കടന്നു പോകുന്ന അവസ്ഥയെക്കാളും ബുദ്ധിമുട്ടേറിയതാണ്
അവരുടെ കൂടെ ആയിരിക്കുന്നവർ. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ആ സുഹൃത്തിന്റെ ഒരു 4 വർഷമൊക്കെ ഒരു കാര്യങ്ങൾക്കും പോകാൻ പറ്റില്ല. ഇവരുടേതായ എല്ലാ സന്തോഷങ്ങളും ഇവർ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല, ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇങ്ങനെയുള്ളത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഇതുമായിട്ട് ബന്ധം സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കലോത്സവങ്ങൾക്ക് പോവാ, ഇവരായിട്ടൊരു കൂട്ടായ്മയായി. അതായത് ഇതുപോലെയുള്ള പാരന്റ്സുമായിട്ട്. അപ്പോൾ വല്ലാതെ ധൈര്യവും സന്തോഷവും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്കൂളിൽ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചോദിക്കണം എന്ന് കരുതിയായിരുന്നു. അവർക്ക് നോർമൽ സ്കൂളുകളിൽ പഠിക്കാൻ പറ്റും. യെസ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇപ്പോൾ ഗവൺമെന്റിന്റെ പോളിസിയാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മാറ്റി നിർത്തേണ്ടവരല്ല, കാരണം സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരിക. അപ്പം ഇവരുടേതായിട്ടുള്ള ചില നേട്ടങ്ങളുണ്ട്, ചില കഴിവുകളുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നോർമൽ ചിൽഡ്രൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നത് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ ഓട്ടിസം ഉള്ള കുട്ടികളുടെ സിബ്ലിങ്സ്. അതായത് ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കേസിൽ ആദ്യത്തെ ഒരു കുഞ്ഞ് ഓട്ടിസം ബാധിച്ചു. അപ്പം ഓട്ടിസത്തിൻ്റെ ഒരു കണ്ടീഷനിലൂടെ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അവർക്ക് സെക്കൻഡ് ഒരു ബേബിയെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ ഇടയ്ക്ക് തെറാപ്പിക്ക്, ഒരു കണ്ടിന്യൂസ് തെറാപ്പിക്ക് അവൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇതിനെ മുഴുവനും ഒരു ക്യൂവർ ആയിട്ട്, അതായത് ഒരു വിമുക്തമായിട്ട് എടുക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷേ അവനെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് ബെറ്റർ ഒരു രീതിയിലേക്ക്, ഇപ്പോൾ അവൻ്റെ ഒരു ബിഹേവിയർ പാറ്റേണിനെ തന്നെയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ കുറിച്ച് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ നമ്മുടെ ഇടയ്ക്ക് ഒരു കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ജനറ്റിക് കൗൺസിലിങ്ങിനും കൂടി, കാരണം ഇതിൻ്റെ അകത്ത് കുറേ ജനറ്റിക് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ജനിതകമായിട്ടുള്ള അല്ലെങ്കിൽ ക്രോമസോമൽ കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ വിട്ടു. അതെല്ലാം അതൊക്കെ കഴിഞ്ഞു. അവർക്ക് കുറച്ചൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് നെക്സ്റ്റ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കുഞ്ഞായതിന് ശേഷം ആ കുട്ടിക്കൊരു 1 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഒരു ആങ്സൈറ്റിയാണ്. ആദ്യത്തെ കുഞ്ഞിങ്ങനെ ആയിരുന്നു, അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞും ഇങ്ങനെ ആകുമോ. ഇവരുടെ ഒരു ആങ്സൈറ്റി മൂലം തന്നെ നമ്മൾ പറയണ ഒരു ഓവർ കെയർ രണ്ടാമത്തെ കുട്ടിക്ക് വരുന്നുണ്ട്. ഈ ഓവർ കെയർ ഈ കുട്ടിയിലും ഒരു ആങ്സൈറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ജനിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ സെക്കൻഡ് ബേബിയെ നമ്മൾ കാണുന്നത് ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി ഇമോഷണൽ ബിഹേവിയർ പ്രോബ്ലംസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു ഓവർ കെയർ കാര്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഈ മാതാപിതാക്കളുടെ ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു കണ്ടീഷൻ, അതോടൊപ്പം തന്നെ ഈ മുതിർന്ന കുട്ടി ഇപ്പം ഓട്ടിസം പല കാര്യങ്ങളിലൂടെയും അവൻ റിഫൈൻഡ് ആയി കഴിഞ്ഞുവെങ്കിൽ പോലും അവൻ കാണിക്കുന്ന പല ബിഹേവിയർ പ്രോബ്ലംസ് ഒബ്സർവ് ചെയ്ത് ഈ രണ്ടാമത്തെ കുട്ടി. അതുപോലെ തന്നെ ഈ ഓട്ടിസം വന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ഇത് സമൂഹത്തിന് ഇവരുടെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ? അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ. നമുക്കത് ഒരു മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല, ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസീസ് ആവശ്യമുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു അധിവാസ കേന്ദ്രങ്ങൾ ആവശ്യമായിട്ടൊക്കെ ഉണ്ട്. ഇപ്പം കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു അവൻ വളർന്നു വലുതായി വരുമ്പോൾ ഇങ്ങനൊരു അവസ്ഥയാണെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെയും തൊഴിൽ മേഖലകളിൽ റെസ്ട്രിക്ഷൻസ് ഒത്തിരി വരുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. കാരണം പ്രത്യേകിച്ച് ഇപ്പം ഓട്ടിസം എന്നതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് ശാരീരിക രോഗങ്ങൾ ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഹൈജീനിക് അല്ലാതെ വരുന്നു. അവർ എവിടെയെങ്കിലുമൊക്കെ പോയി അപകടകരമായിട്ടുള്ള, കാരണം ആക്സിഡൻ്റലി ഹാപ്പൻ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ഇവർ ഉപദ്രവിക്കുന്നത് മൂലം മറ്റുള്ളവർക്ക്, ഇപ്പം എനിക്കറിയാവുന്നൊരു കേസിൽ ഈ ഒരു കുട്ടി അമ്മയെ ഒരു വടിയെടുത്ത് തല്ലിയതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഇഞ്ചുറി, ഒരു ബ്രെയിൻ ഇഞ്ചുറി തന്നെ വന്നിട്ട് അമ്മയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുന്ന ഒരു ട്രമാറ്റിക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതെല്ലാം വരുമ്പോഴേ ഈ കുഞ്ഞിനെ ആരെ ഏറ്റെടുക്കും? അപ്പം അവിടെ നമുക്ക് പലതരത്തിലും മതപരമായിട്ടുള്ള മതാത്മക കാര്യങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന ചില ആവാസ കേന്ദ്രങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചില
അവസരങ്ങൾ അതിൻ്റെ അകത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മുടെ സൊസൈറ്റി പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ളവരുമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ദുസ്സഹ്യമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരിയേറെ കാര്യങ്ങൾ സഭാപരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസിസുകളും ഉണ്ട്. പക്ഷേ ഇത് മാത്രം പോരാ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് കുറേ കൂടി വിപുലമായ രീതിയിൽ ഇവരെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെയുള്ള പദ്ധതികൾ ആവിഷ്കൃതമാകേണ്ടതായിട്ടുണ്ട്. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഓട്ടിസവുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഈ എപ്പിസോഡിൽ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലും സിസ്റ്റർ വിമൽ റോസിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.